ഹലോ, നമ്മളിന്ന് ഗോവയ്ക്ക തോരനാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഗോവയ്ക്ക നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എന്നാൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചൂടാകട്ടെ. എന്നിട്ട് വേണം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ഗോവയ്ക്കായും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം. ആ എണ്ണ എല്ലാത്തിലും പറ്റുന്ന പരുവത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിടുമ്പോൾ 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും പറ്റുന്ന പരുവത്തിന് ഇളക്കണം. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും, മഞ്ഞൾ, തേങ്ങ ഇത് 3ഉം കൂടി ചതച്ചെടുക്കണം. നല്ല ഒത്തിരി അരയാതെ സാധാ രീതിയിൽ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ വേവിച്ചെടുക്കുക.